അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഇത്തരം വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും ഒരു ഡയറക്ടറിനെയോ നടനെയോ എസ്പെഷ്യലി റൈറ്ററിനെയോ മോശക്കാരനായി ചിത്രീകരിക്കാനല്ല. മറിച്ച് സിനിമയിലെ മറ്റ് ടെക്നീഷ്യൻസിനെ പോലെ എല്ലാ നടീനടന്മാർക്കും ഒരേ രീതിയിലുള്ള സ്നേഹവും റെസ്പെക്റ്റും കൊടുക്കുന്ന ഒരു ഫിലിം ലവറാണ്. ഒരു കഥ കേൾക്കുന്ന സാഹചര്യത്തിൽ ആ കഥ നമ്മൾ മുമ്പെങ്ങോ കേട്ടുപറഞ്ഞ കഥയുമായോ സിറ്റുവേഷൻസിനുമായോ ചേർത്ത് വെച്ച് സംസാരിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കാറുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് ചില സിനിമകളിലെ സീൻസും സിറ്റുവേഷൻസും കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നാറുള്ളത്. റീമേക്ക് സിനിമകളും ഒറിജിനൽ മൂവിക്ക് ക്രെഡിറ്റ് കൊടുക്കുന്ന സിനിമകളും എക്സെപ്ഷനായി നിൽക്കുമ്പോഴും ഇതൊന്നും നൽകാത്ത സിനിമകളും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം. ഒരു സീനിനെ ത്രെഡായി ബേസ് ചെയ്ത് സിനിമകൾ എടുക്കുന്നതിൽ തെറ്റില്ലെങ്കിൽ പോലും അതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് സിനിമയുടെ ക്വാളിറ്റിയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എനിവേസ്, ഇതേ രീതിയിൽ ഇതിൻ്റെ മുന്നേ ചെയ്ത വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. മോഹൻലാൽ സിബി മലയിൽ കൂട്ടുകെട്ടിൽ രഘുനാഥ് പാലേരിയുടെ സ്ക്രീൻ പ്ലേയിൽ 2000 ക്രിസ്മസ് കാലഘട്ടത്തിൽ പുറത്തു വന്ന മ്യൂസിക്കൽ ഹൊറർ മിസ്റ്ററി മൂവിയായിരുന്നു ദേവദൂതൻ. അതിനു മുന്നേ വരെ ഇമോഷണൽ ഡ്രാമ മൂവികൾ മാത്രം ചെയ്തിരുന്ന സിബി മലയിൽ തൻ്റെ ജോണർ ഷിഫ്റ്റ് ചെയ്ത് ഒരു ഹൊറർ മിസ്റ്ററി ട്രൈ ചെയ്യുന്നതും അന്നേ വരെ കണ്ടിട്ടില്ലാത്ത മോഹൻലാലിന്റെ ഓറയെയും കരിസ്മയെയും വളരെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു. അതോടൊപ്പം തന്നെ സിനിമയുടെ ജീവൻ എന്ന് വിശേഷിപ്പിക്കാൻ പാകത്തിൽ വിദ്യാസാഗറിന്റെ ഹെവൻലി മ്യൂസിക്കിനാൽ സമ്പന്നമായ ദേവദൂതൻ പക്ഷേ എന്തുകൊണ്ടോ അന്നത്തെ പ്രേക്ഷകർ കഴിയഴിഞ്ഞ സിനിമയായിരുന്നു. മലയാളികൾ അന്ന് വരെ കണ്ടു ചിരിച്ചിട്ടില്ലാത്ത വെസ്റ്റേൺ കൾച്ചറിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അന്ന് വരെ കണ്ടുപോകുന്ന പ്രേതസങ്കല്പങ്ങളുമായി ചേർന്ന് നിൽക്കാത്തത് കൊണ്ടോ ആയിരിക്കാം ദേവദൂതൻ അന്ന് തിയേറ്ററിൽ വലിയൊരു വിജയമാകാതെ പോയത്. കാലങ്ങൾക്കിപ്പുറം ദേവദൂതന് ഒരു കൾട്ട് സ്റ്റാറ്റസ് നേടിയത് പ്രേക്ഷകരോടൊപ്പം എൻ്റെ ചിന്താഗതിയും മാറിയതിൻ്റെ ഉത്തമ ഉദാഹരണമായാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാലിപ്പോൾ 1980 കനേഡിയൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവി പുറത്തിറങ്ങിയ ദ ചേഞ്ചലിംഗ് എന്ന മൂവിയുടെ പ്ലോട്ടുമായി ദേവദൂതൻ എന്ന സിനിമയ്ക്ക് സാമ്യമുണ്ടെന്ന് കേട്ടപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. ഈ രണ്ട് മൂവിയുടെയും അല്പം ഡീപ്പായ അനാലിസിസ് പറയുന്നത് കൊണ്ട് തന്നെ സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ഈ രണ്ട് സിനിമയും കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തൻ്റെ മകളുടെയും ഭാര്യയുടെയും മരണം കൺമുന്നിൽ കാണേണ്ടി വരുന്നതിന്റെ ട്രോമയിൽ ജീവിക്കുന്ന മ്യൂസിക് കമ്പോസറായ ജോൺ റസലിന് ഒരു വീടെടുത്ത് താമസിക്കേണ്ട സിറ്റുവേഷൻ വരുന്നതും എന്നാൽ ഓൾറെഡി ഒരു കുട്ടിയുടെ മരണം നടന്ന ആ വീട്ടിൽ അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളും അതെല്ലാം അദ്ദേഹം എങ്ങനെ മറികടക്കുന്നു എന്നതുമാണ് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട്. എന്നാൽ ദേവദൂതനിലേക്ക് വരുമ്പോൾ പ്രസന്റ് ടൈമിൽ മ്യൂസിക് കമ്പോസറായ വിശാൽ കൃഷ്ണമൂർത്തി പാസ്റ്റിൽ തന്റെ കോളേജിൽ നടന്ന ഇൻസിഡന്റ് മൂലം പഠിത്തം പാതി വെച്ച് നിർത്തേണ്ടി വരുന്നതും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതേ കോളേജ് ക്യാമ്പസിലേക്ക് തിരിച്ചു പോകുമ്പോൾ പാസ്റ്റ് സംഭവിച്ച അതേ കാര്യങ്ങൾ വീണ്ടും സംഭവിക്കുന്നതും അതിനെ അദ്ദേഹം എങ്ങനെ മറികടക്കുന്നു എന്നതുമാണ് മെയിൻ പ്ലോട്ടായി വരുന്നത്. രണ്ട് സിനിമകളുടെയും പ്രോട്ടഗണിസ്റ്റ് ഒരു മ്യൂസിക് കമ്പോസർ ആണെന്നുള്ള സാമ്യത മാറ്റി കഴിഞ്ഞാൽ ദ ചേഞ്ചലിംഗിലേക്ക് വരുമ്പോൾ കഥ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് സിനിമയുടെ ഹൊറർ എലമെന്റ് ആണെങ്കിൽ ദേവദൂതനിലേക്ക് വരുമ്പോൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് സിനിമയുടെ മിസ്റ്ററി എലമെന്റിനെയാണ്. ദ ചേഞ്ചലിംഗിലേക്ക് വരുമ്പോൾ സൂപ്പർ നാച്ചുറൽ എനർജിയെ റെപ്രസെന്റ് ചെയ്യുന്നതിനായി ഒരു മ്യൂസിക് ബോക്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദേവദൂതനിലേക്ക് വരുമ്പോൾ 7 ബെൽസ് എന്നൊരു മ്യൂസിക് ഇൻസ്ട്രുമെന്റിനെയാണ് മിസ്റ്ററി എലമെന്റ്സിനെ എക്സ്പ്ലോർ ചെയ്യുന്നതിനായി സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ട് സിനിമയിലെയും മെയിൻ കഥാപാത്രങ്ങളായ ജോർജ് സി സ്കോട്ട്, മോഹൻലാൽ എന്നിവർ വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോഴും സപ്പോർട്ടിംഗ് ആക്ടേഴ്സായി വന്നവർ അവർക്ക് കിട്ടിയ വേഷം വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിച്ചതായി എനിക്ക് അനുഭവപ്പെട്ടു. എന്നിരുന്നാലും ദേവദൂതനിൽ ചേഞ്ചലിംഗിൽ കണ്ട 1-2 സീനുകൾ അതേപടി ഉപയോഗിച്ചതായി എനിക്ക് സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. Claire, listen, it's note for note. Same tempo, even the same key. What do you think? I don't know. It's a startling coincidence. She said the house didn't want people. She's mistaken. Whatever it is trying desperately to communicate. The bangings, the water taps, broken window panes, all the glass fell outward. It had to be done from the inside. No! My father was not a murderer. Nobody in this world can say that. My father was a great man. He was a loving man.
ഇൻ കൺക്ലൂഷൻ, ദ ചേഞ്ചലിംഗ് എന്ന മൂവിയിലെ 1-2 സീനുകളും പ്രധാന കഥാപാത്രത്തിന്റെ പ്രൊഫഷനും മാത്രം എടുത്തുകൊണ്ട് സിനിമയിൽ അത്ര എക്സ്പ്ലോർ ചെയ്യാതെ പോയ മ്യൂസിക് എന്ന എലമെന്റിനെ വളരെ കൃത്യമായി ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയ ഒരു ബാക്ക് സ്റ്റോറി നൽകിക്കൊണ്ടുള്ള വളരെ മികച്ചൊരു അഡാപ്റ്റേഷൻ ആയാണ് ദേവദൂതൻ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇതെല്ലാമാണ് ഈ 2 സിനിമകളുടെയും സാമ്യതയെ പറ്റിയുള്ള അഭ്യൂഹങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. ദ ചേഞ്ചലിംഗ് എന്ന മൂവി എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരം വീഡിയോകൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ